പ്രിയമുള്ളവരെ, ഇപ്പോൾ കൊറോണ കാലത്തിനെ അതിജീവിക്കാൻ നമുക്ക് ഒരുപാട് പ്രതിബന്ധങ്ങൾ അടുക്കളയിൽ അനുഭവിച്ചേക്കാം. നമുക്കിപ്പോൾ കറി ഉണ്ടാക്കുന്ന വിധമാണ് ഇത്. നിങ്ങൾക്ക് എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഈ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പ്ലേറ്റില്ല ഒരു കിണ്ണം ചോറ് തിന്നാൻ പറ്റുമെന്നാണ് നമ്മുടെ പൂർവികന്മാർ തെളിയിച്ചിട്ടുള്ളത്. അത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ കൂട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ആദ്യമായി ഇതേപോലെയുള്ള ഒരു ബൗൾ എടുക്കുക. ആ ബൗൾ അവിടെ വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് അതിനകത്ത് കുറച്ച് ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് നോക്കുക. ഒരു സ്പൂൺ ഉപ്പാണിത്. ഇത് കണ്ടല്ലോ, ഉപ്പാണ്. ഉപ്പ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം ആവശ്യമായ വെള്ളം നമുക്ക് അതിനകത്തേക്ക് ഒഴിക്കാവുന്നതാണ്. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് പിന്നെ ഒഴിച്ചാലും മതി. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ അതിനുശേഷം ഇതാണ് അടുത്ത ഇൻഗ്രീഡിയൻറ്റ്. ഇത് പുളി എന്ന് പറയും. പുളിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പുളി ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതി. പുളി കൂടിയെന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കൊഴുപ്പ് കൂടാൻ ഈ പുളി ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം മുളക്. ഇത് കടയിൽ നിന്ന് തുറക്കാത്തതുകൊണ്ട് മുളകൊക്കെ വാടിപ്പോയി. എന്നാലും പ്രശ്നമില്ല, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. 2 എണ്ണം മതിയാവും. ഇതിന് ശേഷം നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യുക. അത് നോക്കി മിക്സ് ചെയ്താൽ മതി. വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്താലും ഇല്ലെങ്കിലും നല്ല രീതിയിൽ ഇതിനെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ആവശ്യത്തിന് 2 മുളക് മതിയാവും. പിന്നെ ആവശ്യത്തിന് എരിവ് കൂടുതൽ ആവശ്യമുണ്ടെന്നുള്ളവർ കഴിക്കുക, നല്ല ആവശ്യമുണ്ടെന്ന് തോന്നുന്നവർ ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി വെള്ളം മുളക് ചേർക്കേണ്ടതാണ്. എന്നാലും ഇതിന് ശേഷം ഏറ്റവും നല്ലത് കല്ലുപ്പ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കല്ലുപ്പാണ് നല്ല ആരോഗ്യത്തിന് കുറച്ചും കൂടി. കല്ലുപ്പ് യൂസ് ചെയ്ത് പോയാലും കുഴപ്പമില്ല. നല്ല ആരോഗ്യത്തിന് പറ്റുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാം. അത് ഒഴിച്ചതിന് ശേഷം നമ്മൾ ആവശ്യമായിട്ട് അതിനകത്ത് വെള്ളം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് എത്രയാണോ ചോറുള്ളത് അതിനണക്കായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ വെള്ളം ചേർത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഈ ചെയ്ത കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് അപ്പോൾ പുളി, മുളക്, ഉപ്പ്, വെള്ളം, ഈ 4 ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന കറി റെഡി ആയിരിക്കുകയാണ്. പ്രശ്നം ഇത് നല്ല ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ചോറ്, ഒരു കിണ്ണം ചോറ് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് റെഡി ആക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് വളരെയധികം യൂസ് ചെയ്യാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുമ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക.